ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അതേ സമാശ്വാസം കൊണ്ട് തന്നെ വ്യഥകൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാനം നീരുറവയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെ എല്ലാ പാപക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ സമുഖത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമ്മുടെ കർത്താവായ
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് എന്ന ചേട്ടന്റെ വിയോഗത്തിന് ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ലോക ജീവിതത്തിൽ മരണമെന്നുള്ള കാര്യം തന്നെയാണ്. അതൊരു വാസ്തവമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മരിക്കണം. പക്ഷെ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓരോ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മരണം പ്രത്യാശ നൽകുന്നതാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈശോ അവസാനം ദൈവത്തിന്റെ പക്കലേക്ക് പോകുവാനായിട്ട് നിശ്ചിത സമയമായപ്പോൾ ഈശോ പറയുന്നത്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാനായിട്ടാണ്. അപ്പോൾ നമുക്ക് തരുന്നൊരു പ്രത്യാശയാണ്. എന്റെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് ഒരു നൈമിഷികമാണ്. പക്ഷേ ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് എനിക്ക് സമയമുണ്ട്. അവിടെയാണ് എന്റെ യഥാർത്ഥ ജീവിതം. ഇത് ഫ്രാൻസിസ് ചേട്ടന്റെ വിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇത് തന്നെയാണ്. നമുക്ക് ഒരു പ്രത്യാശയാണ് ഇത് തരുന്നത്. നമ്മുടെ ഈ ലോകത്തിൽ നല്ലത് ചെയ്ത് നമ്മെ നല്ല വഴിക്ക് നയിച്ച് കുടുംബത്തിൽ നല്ല ഒരു അപ്പന്റെ റോള് ഭംഗിയായി ചെയ്ത് പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു, ആകയാൽ എനിക്ക് ക്രിസ്തുവിന്റെ അടുത്ത് കിരീടത്തിനായിട്ട് പോകുന്നത് പറയുന്ന വാക്കുപോലെ അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ അതിൽ ദുഃഖാർത്ഥരാകാതെ മറിച്ച് പ്രത്യാശയോടുകൂടി എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരാളുണ്ട് എന്നുള്ള ഒരു പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ സഹോദരന്റെ ആത്മാവിനെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇയാൾക്ക് നിത്യാനന്ദം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, കൊടുക്കാതിരുന്നെങ്കിൽ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട്, കർത്താവേ, ഈ ആത്മാവിന് നിത്യാനന്ദം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകമായിട്ട് ഈ സഹോദരനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കെടുക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ പറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവമേ, എപ്പോഴും കരുണ കാണിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുക എന്നത് അങ്ങേക്ക് സഹജമാണല്ലോ. ഈ ദിവസം അങ്ങേ അടുത്തേക്ക് വരുവാൻ അനുവദിച്ച അങ്ങേദാസൻ ഫ്രാൻസിസ് പെരേരയ്ക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തയാളെ യഥാർത്ഥ രാജ്യത്തിലേക്ക് നയിക്കാനും നിത്യമായ ആനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 21-ാം അധ്യായം 1 മുതൽ 5 വരെയും 6ഉം 7ഉം വാക്യങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോട് ഒത്തുവസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും.
അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിൻ്റെ വചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും.
ശ്രദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. പ്രസിദ്ധതയായി സേവനഷ്ടപ്പെടുകയും തിരുനാമത്തെ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുടെ അവസരത്തിലും പകർക്കാതെയാണ് ഉത്തരവാദിത്തത്തോടെ ആ ശുശ്രൂഷയെടുത്ത് പകർത്തുകയിൽ കൗൺസിൽ അംഗമായിക്കൊണ്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുള്ള സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെ പ്രകാശത്തെ ശരിക്കും നമുക്ക് പ്രത്യേകം വിശ്വസിക്കുന്നു. നമുക്ക് പറഞ്ഞതുപോലെ ചൂടാനാകുന്ന യാഥാർത്ഥ്യമാണ്. രോഗാവസ്ഥയിലേക്ക് അദ്ദേഹം വീണപ്പോൾ ശിവചേച്ചിയുടെ ജീവിതം വിപ്രയാസത്തിൻ്റെ സ്ഥിതി പോലെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ്. മുഴുവനുണ്ടായിരുന്ന രോഗാവസ്ഥയിൽ വളരെ സ്നേഹത്തോടെ മറ്റൊരു കാര്യങ്ങൾക്ക് സമയം മാറ്റിവെക്കാതെ പരിപൂർണമായി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാണ്. അതിനുവേണ്ടി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിട്ട് ദൈവം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടത് നമ്മൾ സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് പറയുന്നതുപോലെ ശരീരം കൊണ്ടുള്ള ആയിരിക്കുന്നതിനേക്കാൾ വലിയ ദൈവസന്നിധിയിൽ കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് വിശ്വസിക്കുന്ന കാര്യം. ദൈവമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ആ നിരകാലത്ത് ദൈവം പ്രകാശിച്ച് അദ്ദേഹത്തിന് വ്യത്യസ്തമായ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങളിലൂടെ നവംബർ മാസം 28-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് നമ്മുടെ ദേവാലയത്തിൽ നടക്കും. എല്ലാവരും കാര്യങ്ങളെ സ്വീകരിച്ച് ആ ജോലിയിലും മറ്റ് പ്രാർത്ഥനകളിലും ചുമതലകളിലും എല്ലാം പങ്കുചേരണമെന്ന് കുടുംബത്തിൻ്റെ നാമത്തിൽ നിത്യ Yeah.
അങ്ങനെ പ്രകടമായ സ്നേഹത്തിന്റെയും ക്രിസ്തുവിനെ വിശ്വസിതമായ സംസർഗത്തിന്റെയും അടയാളമാണ് ഈ ദാസനെ അന്നത്തെ പിതാവേ, അങ്ങയുടെ ദാസന് സ്വർഗ്ഗവാഴ്ത്തപ്പെടുന്നവരെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായ ഞങ്ങളുടെ വിശ്വാസപ്രദർശകരും പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ ഞങ്ങളുടെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുകയും ഈ സഹോദരനെ ആഹ്വാനം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിൻ്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസനെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നവരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നമ്മുടെ സഹോദരൻ ഫ്രാൻസിസ് പെരേരയെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്നും ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തെഴുന്നേറ്റു. എളിയവരായ നമ്മുടെയും ശരീരങ്ങൾ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഈ സഹോദരനെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന് അരുളിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ലാസറിന്റെ ശവകുടീരത്തിങ്കൽ കണ്ണുനീർ പൊഴിച്ച കർത്താവേ, ഈ ദാസന്റെ വേർപാട് ദുഃഖിതരായ ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവേ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരനെ വിശുദ്ധയുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പശ്ചാത്തപിച്ചവനെ പരദേശ വാഗ്ദാനം അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ. ഞങ്ങളുടെ ഈ സഹോദരനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശരീരവും രക്തവും നൽകി പരിപോഷിപ്പിച്ചയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച് ദാസൻ ചെയ്തു പോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തറിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവെ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ഇയാൾ എന്നും സമാധാനത്തിൽ ആശ്വസിക്കട്ടെ.